ഹെവൻ വേ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ഷീഷോർ ഫാമിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് കണ്ടാലോ. ഇവിടുത്തെ ചായ നല്ല ചായ കേട്ടോ. നാടൻ പാല് നമ്മൾ ചായ കുടിച്ചു, നമുക്ക് സന്തോഷമായി. കുറെ നാളായി ഇങ്ങനെ കാര്യക്കുണ്ടെങ്കിൽ നമ്മളെവിടെ പോയാൽ ഈ പാക്കറ്റ് പാല് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാം. നാടൻ പാല് കിട്ടാത്തവർക്ക് തന്നെ നമുക്ക് എല്ലാവർക്കും ശാശ്വതം. പക്ഷെ നാടൻ പാലിൽ ഒരു ചായ വെച്ച് കുടിക്കാൻ വന്നാൽ അത് പ്രത്യേക ഒരു വൈബാണ്. എന്നെ സംബന്ധിച്ച് പഞ്ചായ സംഭവം കൊള്ളാട്ടോ. ഒരു മൂക്കിയൊക്കെ പണി വെച്ച് കണ്ടവിടെ പിള്ളേർക്ക് വന്നാൽ ഞാൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ പന്തലിച്ച് നിൽക്കണ മരം, എനിക്ക് നല്ല അന്തരീക്ഷട്ടോ. അവിടെ ഇച്ചിരി പാലം കയറിക്കാൻ സംഭവം അടി വൈബാട്ടോ. എന്താന്ന് വെച്ചെങ്കിലേ നല്ല ഉച്ച തിരിയും തോറും നമുക്ക് നല്ലൊരു മൂമെന്റ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മുടെ ഫാമിലിക്ക് നേരം കഴിക്കാനും പിള്ളേർക്ക് എൻജോയ് ചെയ്യാനും പറ്റിയ സ്ഥലാട്ടോ. 100 രൂപയാട്ടോ ഇവിടത്തെ ബില്ല്. അയ്യ കേൾക്ക ഞാൻ പറഞ്ഞ ആരിതാരത് എന്തായി പപ്പേ, എങ്ങനെയുണ്ട്? ഓമ്പു പപ്പാ ഞാനും കൂടി നടക്കണ്ട. ഈ ഒരു കുതിര ഓടില്ല, ഓടി കഴിഞ്ഞ നമ്മുടെ കെട്ടിയപ്പെട്ടു. കുതിര റേസ് ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. അയ്യോ അയ്യാ വേറെ നോക്ക് ഇച്ചിരി കുട്ടികളെ പോലെ ഇരിക്കുന്നത്. എങ്ങനെയുണ്ട്? പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, എന്ത് തോന്നി? അതെ 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 അതെ, ചെറിയ കുട്ടിയെ കയറിയിരിക്കണ്ട. പറയ്, എന്തൊക്കെയായിരുന്നു വിശേഷം കുതിര പുറത്തിരുന്നപ്പോ? കിളി പോയ ആദ്യൊരു ഭയമാണ്, പിന്നെ വീഴാൻ പോയി. ഒരു ഫാമിലി ചവിട്ടി 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 വളർന്ന വളർത്തി പറ. സവാരി ചെയ്തപ്പോ ആദ്യമല്ല നമ്മള് യാത്ര ചെയ്യണത്, വീഴാൻ പോയി. ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ പതൊക്കെ പോകും. അങ്ങനെ ആള് കുഴപ്പമില്ല, ആള് ഹിന്ദിക്കാരനായിരുന്നു, ഹിന്ദിയിൽ സംസാരിച്ചു. കുഴപ്പമില്ല, ആള് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പതൊക്കെ പോയി. അങ്ങനെ ഒരു ന്യൂ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സവാരി. എല്ലാവരും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അതെ, എനിക്കിഷ്ടമാണ് കാർ ഓടിക്കാൻ. അങ്ങനെ നമ്മുടെ ഷീഷോർ ഫാം കണ്ടുട്ടോ. ഒരുപാട് എനിക്ക് ഭയങ്കര ഹാപ്പി തോന്നി. ഒരുപാട് സ്ഥലത്തൊക്കെ അങ്ങനെ വീടെടുക്കാൻ പോയിട്ട് വരും. വേടിയോ, പക്ഷെ അത് എനിക്ക് ഏറ്റവും ഇഷ്ടമായി. ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ കെട്ടിയനോട് പോയിട്ട് അടുത്ത് എന്താണ് കേറേണ്ടതുള്ള ചിന്തന തോന്നുന്നത്. ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ. ചെറിയ പാട്ടൊക്കെ എന്തെങ്കിലും നടത്താൻ പറ്റും തോന്നുന്നു. കുട്ടികൾക്ക് സ്കൂൾ പിള്ളേർക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ ഏരിയയാണ്. ഇത് നമ്മുടെ എക്സിബിഷനൊക്കെ തൃശ്ശൂരുമാണ്. നിങ്ങളുടെ പെരുന്നാളൊക്കെ വന്നാൽ നിങ്ങളുടെ സംഭവത്തൊക്കെ കയറാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഇവിടെയുള്ള കാരണം കൊണ്ട് ആ ഒരു ടെൻഷനും കാര്യങ്ങളും നമുക്ക് വേണ്ട. നേരെ ശിശു പാർക്കിലേക്ക് വരാം, അടിച്ചു പൊളിച്ച് നടക്കാം. ഇതിലുള്ളത് കുറച്ച് സമയം ഒരുപാട് സ്പെൻഡ് ചെയ്യാണ്ടിട്ടാവും. അത്ര ഓർമ്മകൾ ഇട്ടുകൊടുക്കുന്നത് നല്ല ഹാപ്പി ഉണ്ടാവും. എങ്ങനെയുണ്ട് സ്ഥലം ഇഷ്ടമായ? എനിക്കത് ഇഷ്ടായി. അയ്യോ 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 എന്റെ മുമ്പ് 2 ഐസ് നടക്കുമ്പോഴേ
അതെ ഇവര് ഭക്ഷണം അവിടെ പിടിക്കണ കൊണ്ടതാണ്. അയ്യോ അയ്യോ വേണ്ട പാവം. അയ്യോ അയ്യോ വേണ്ട, അയ്യോ വേണ്ട വേണ്ട പാക്ക്. നമ്മുടെ ചെടികൾ കേട്ടാ, CC പ്ലാന്റ് ഇതൊക്കെ പണ്ടൊക്കെ നമ്മുടെ പദ്ധതികളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കാശ് എടുത്ത് നമ്മൾ ചെയ്യേണ്ട അവസ്ഥയാണ്. അതെന്തൊട്ട് പിന്നെ എത്ര വലിയ ചെടിയില് പേരുകളുണ്ടാവും ഇവിടെ, പേരുകളൊക്കെ ഉണ്ടാവും. ഇത് കാണാനൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടത്. പിന്നെ മറ്റേ പൂക്കത്ത് കോഴിവാലൻ, കോഴിവാലൻ പിന്നെ അതാ പോണ വഴിക്ക് തന്നെ പൊട്ടിക്കാൻ പറ്റത് അറിയണ്ടാ. ചെറുതാട്ടാ ശരിക്കും പന്തൽ ചെറുതാണ്. കുറച്ച് കായുണ്ടാവും. ഇത് കുഴപ്പമില്ല. ജാമ്പത്തൈ, നമ്മുടെ ജാമ്പൊക്കെ പുലി ചെറു കുഞ്ഞിനെ കൊണ്ടുവന്നത് അല്ലെ? എന്താ ഇപ്പൊ ഈ ചെടിയില്ലേ, ഈ ചെടി എടുക്കുമ്പോ പള്ളിയില് സൈഡിലൊക്കെ വെച്ചേക്കാം. അയ്യോ ആദ്യമായിട്ട് ഇങ്ങനെ പോകണം. നോക്കിയേ ഇല്ലേ ഇതും ചാമ്പക്കയ്യാ, ചോപ്പ് ആപ്പിൾ ചാമ്പ, ചോപ്പ്. റോസ് ഉണ്ട് ആ മരം കൊണ്ടുപോയി കിളിയോടെ ഒരു ചട്ടിയിലാണ് ഈ സംഭവിക്കുന്നത്. കാണലൊക്കെ വളരെ കുറവാണ്. പണ്ടൊക്കെ ഭംഗിയ തോട്ടത്തിലിടയിൽ ഇതായിട്ടുണ്ടായിരുന്ന സംഭവങ്ങളാണ് ഇപ്പൊ. അയ്യടാ അത് ഫസ്റ്റ് എടുത്തു. ട്രെയിനില് തവള. അയ്യോ എന്നെ മറന്നല്ലോ. ഹെവൻ വേ ട്രാവൽ, ഹെവൻ വേ ട്രാവൽ, വേ ട്രാവൽ. സംഭവം വിളിച്ച് ആൾക്കാരെ ഇഷ്ടം പോലെ ഉച്ചത്തിൽ വരുന്നുണ്ട് കേട്ടോ. വിചാരിച്ച പോലെ അല്ല നമ്മള്. ഓ മൈ ഗോഡ്. സംഭവം വിചാരിച്ചെടുക്കാൻ പറ്റുന്നത് സംഭവം നൈസായിട്ടല്ലേ. ഫാം എക്സ്പ്രസ് അമ്മയുടെ എല്ലാ സുഹൃത്തുക്കളും ഇവിടെ ഉണ്ട് കേട്ടോ. മോളിൽ സുഹൃത്തുക്കളായ എല്ലാവരും ഇവിടെ ഉണ്ട്. നൈസ് കേട്ടോ. ഇല്ല കടലട്ടോ.
സംഭവം പൊളിയാണ് കേട്ടോ. കുട്ടിക്ക് നല്ല എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ എൻട്രൻസ് വന്ന വഴിയാണ് കേട്ടത്. പിള്ളേർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കട്ടെ. നടക്കാൻ ഒരുപാട് സ്ഥലം, ഒരുപാട്. പക്ഷെ വെള്ളമുണ്ട്, ശ്രദ്ധിക്കണം. ആ ഒരു ഭയം മാത്രമേ ഉള്ളൂ നമുക്ക്. വേറെ നമുക്ക് ഭയപ്പാടില്ല കേട്ടാ. ആ പല്ലുന്നില്ലടാ. ജാതി വൈബാട്ടാ. നമുക്ക് ഇതിന്റെ സെന്ററിനടി കുറെ നടന്നു പോകുമ്പോ അയ്യോ വിളിച്ചു വിളിച്ചില്ലേ. അങ്ങനെ സംഭവം കഴിച്ചിട്ട് കട നമ്മുടെ പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാനും നമ്മുടെ ഫാമിലീസിന് ഫ്രീ ടൈം ആയിട്ട് ഇരിക്കാനും പ്രത്യേകിച്ച് ഉച്ചതിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായി. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്ന് കുറച്ച് വീടായി പോയി. അങ്ങനെ കുഴപ്പമില്ല കേട്ടോ. എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. നമ്മുടെ ഹസ് കുറ്റപ്പുറത്തും സവാരി അത് പൊളിച്ചു. നല്ല ജാതി വൈബായിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ നന്നാവാൻ വളരെ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും ഉണ്ടായാൽ മാത്രമേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ചേട്ടന്റെ ഇവിടെ എത്ര വർഷമായി? 12. അതല്ലേ, അടിപൊളി സ്ഥലമാട്ടോ. അതല്ലേ, അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിള്ളേർക്ക് വന്ന് ഫാമിലീസിനൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലം. ഞങ്ങള് അമ്മാടം. അതന്നെ. ശരി. അതെ, കൊണ്ടുവരണ്ടേ ആ അതെ. നമുക്ക് ഒരു സന്തോഷം. അതെ അതെ, ഒരു എൻജോയ്മെന്റ് ആണ് കേട്ടോ. 4 പേർക്ക് അല്ലേ? ശരി. അത് അടിപൊളിയാ. ഒരു കുട്ടികളെ കൊണ്ടുവന്നിട്ട് വേണം അതിലേക്ക് കയറാൻ. ശരി. അപ്പൊ അതന്നെ. അതെ, അടിപൊളി സ്ഥലാട്ടാ. അപ്പൊ ശരിയാട്ടാ. തിരിക്കുകയും ബൈക്കിലാണ് നമ്മൾ വന്നത്.